1970കളിലെയും 80കളിലെയും മലയാളത്തിലെ നായികമാരൊക്കെ അതിസുന്ദരിമാർ തന്നെയായിരുന്നു. ഇപ്പോഴും പ്രത്യേക ഫാൻ ബേസ് തന്നെയാണ് അക്കാലത്തെ പല നായികമാർക്കുമുള്ളത്. രതിനിർവേദത്തിലെ ജയഭാരതിയും, ചാമരത്തിലെ സെറീന വഹാബും, ഒഴിവുകാലത്തിലെ ശ്രീവിദ്യയും, ദേവരാഗത്തിലെ ശ്രീദേവിയും, താഴ്വാരത്തിലെ സുമലതയും, കാറ്റത്തെ കിളിക്കൂടിലെ രേവതിയും, വെങ്കലത്തിലെ ഉർവശിയും, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിലെ പാർവതിയും, വൈശാലിയിലെ സുവർണയുമൊക്കെ സുന്ദരികളായ നടിമാർ തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇവരൊക്കെ ഭരതന്റെ ചിത്രത്തിലെ നായികമാരായപ്പോൾ കുറച്ച് കൂടുതൽ ചന്തം തോന്നുമായിരുന്നു ഇവർക്കൊക്കെ. ഞാൻ പറയുന്നത് വിശ്വാസ്യത വരുന്നില്ലെങ്കിൽ ഈ ചിത്രങ്ങൾ ഒന്നുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതിയാകും. വല്ലാത്തൊരു വശ്യത തന്നെയായിരുന്നു ഭരതന്റെ നായികമാർക്കൊക്കെ തന്നെ. വലിയ ചുവന്ന പൊട്ടുതൊട്ട് വരുന്ന നായികമാർ ഭരതൻ സിനിമകളുടെ ആകർഷണം തന്നെയായിരുന്നു. രതിയും പ്രണയവും മാത്രമല്ല, പകയും ഉണ്ടായിരുന്നു ഈ പൊട്ടുതൊട്ടെത്തിയ സുന്ദരിമാരുടെ ഉള്ളിൽ. സമൂഹത്തിലെ സദാചാര ചിന്തകൾക്കെതിരെ ചോദ്യമുയർത്തിയ പച്ചയായ സ്ത്രീജീവിതങ്ങളായിരുന്നു ഭരതന്റെ നായികമാർ. 1975 പ്രയാണത്തിലൂടെ ലക്ഷ്മിയെ നായികയാക്കി കഥ പറഞ്ഞു തുടങ്ങിയ ഭരതൻ 1997 ദിവ്യ ഉണ്ണിയെ നായികയാക്കി ചുരവെന്ന സിനിമയിലൂടെ തന്റെ കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഈ നായികമാരൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ മങ്ങാതെ ജീവിക്കുകയാണ്.